നമസ്കാരം. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഒരർത്ഥത്തിൽ ഇടതിന്റെ തലയാണിപ്പോൾ കുനിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, ഞങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു ഇടതിന്റെ തള്ളൽ. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അടപടലം തേഞ്ഞു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷം പിന്നിടുകയാണല്ലോ. അതിനാൽ തന്നെ നമുക്ക് അക്കാലയളവിൽ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. തുടർഭരണം ലഭിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ 9 വർഷ കാലയളവിൽ കേരളത്തിൽ മൊത്തം 15 ഉപതിരഞ്ഞെടുപ്പുകളാണ് നടന്നത്. അതിൽ നിയമസഭയിലേക്ക് 13 ഉപതിരഞ്ഞെടുപ്പും ലോക്സഭയിലേക്ക് 2. അതിൽ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് 8 നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും 1 ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പുമായിരുന്നു നടന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 നിയമസഭാ ഉപതിരഞ്ഞെടുപ്പും 1 ലോക്സഭാ തിരഞ്ഞെടുപ്പും നടന്നു. ആദ്യത്തെ തവണ നേട്ടം LDF-നൊപ്പം ആയിരുന്നെങ്കിൽ ഇത്തവണ 2021 തുടങ്ങി 2025 ജൂൺ വരെയുള്ള കാലം നേട്ടം UDF-നൊപ്പമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 2016 അധികാരമേറ്റതിനു ശേഷം ആദ്യം നടന്നത് മലപ്പുറം ലോക്സഭ ഉപതിരഞ്ഞെടുപ്പായിരുന്നു. ലീഗിന്റെ MP ആയിരുന്ന E അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ഉപതിരഞ്ഞെടുപ്പ് അന്നരങ്ങേറിയത്. അത്ഭുതങ്ങളൊന്നും തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുമില്ല. ലീഗിന്റെ KNA ഖാദർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. CPM-ന് ആശ്വസിക്കാൻ കഴിഞ്ഞത് തങ്ങൾക്ക് ലഭിച്ച വോട്ടിന്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതും ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമായിരുന്നു. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് 2018 മെയ് മാസത്തിലായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നുള്ള CPM-ന്റെ MLA ആയ KK രാമചന്ദ്രൻ നായർ അന്തരിച്ചതിനെ തുടർന്നാണ് അവിടെ ഉപതിരഞ്ഞെടുപ്പ് വരുന്നത്. CPM-ന്റെ സജി ചെറിയാൻ നല്ല നിലയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സീറ്റ് നിലനിർത്തിയത്. അതേസമയം പാലാ മണ്ഡലം രൂപീകരിച്ച 1965 മുതൽ മരണം വരെ അവിടുത്തെ MLA ആയിരുന്നു KM മാണി. 2019 ഏപ്രിലിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് 2019 സെപ്റ്റംബറിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച മാണി C കാപ്പനായിരുന്നു സീറ്റ് പിടിച്ചെടുത്തത്. ഇതോടെ LDF സർക്കാരിന് നിയമസഭയിൽ അംഗബലത്തിൽ ഒരാൾ കൂടി വർദ്ധിച്ചു. ചരിത്രത്തിലാദ്യമായി പാലായിൽ കേരള കോൺഗ്രസ് തോൽക്കുന്നതും അന്ന് തന്നെ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അടൂർ പ്രകാശും AM ആരിഫും ഹൈബി ഈഡനും K മുരളീധരൻ എന്നിവരുടെ മണ്ഡലങ്ങളായിരുന്ന കോന്നി, അരൂർ, എറണാകുളം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലും ലീഗ് MLA ആയിരുന്ന PB അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്ന് മഞ്ചേശ്വരത്തുമായിരുന്നു 2019 ഒക്ടോബറിൽ ഒറ്റയടിക്ക് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ എറണാകുളം മണ്ഡലം കോൺഗ്രസിലെ TJ വിനോദ് നിലനിർത്തി. എന്നാൽ മറ്റു 3 മണ്ഡലങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കോന്നി നിയമസഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് CPM സ്ഥാനാർത്ഥി പിടിച്ചെടുത്തു. അതേസമയം MA ആരിഫ് ലോക്സഭയിലേക്ക് പോയപ്പോൾ അരൂർ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിന് വേണ്ടി ആ മണ്ഡലം പിടിച്ചെടുത്തു. എന്നാൽ കോൺഗ്രസിനെയും BJP-യെയും എന്തിന് CPM-നെ പോലും ഞെട്ടിച്ച മത്സരഫലമായിരുന്നു വട്ടിയൂർക്കാവ് ഉപതിരഞ്ഞെടുപ്പിൽ വന്നത്. വട്ടിയൂർക്കാവ് മണ്ഡല രൂപീകരണം മുതൽ അതൊരു കോൺഗ്രസ് മണ്ഡലമായിട്ടായിരുന്നു തുടർന്നത്. ഉപതിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്തിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയത്. ഫലം വന്നപ്പോൾ 54,782 വോട്ടുമായി പ്രശാന്ത് വിജയിച്ചു. കൂടാതെ മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കിയ മറ്റൊരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം എന്തെന്നാൽ 2016 തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖ് ജയിച്ചത് വെറും 89 വോട്ടിനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2ാം സ്ഥാനത്തെത്തിയ BJP സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രൻ പരാതിയും നൽകിയിരുന്നു. അബ്ദുൾ റസാഖ് 56,870 വോട്ട് നേടിയപ്പോൾ K സുരേന്ദ്രൻ അന്ന് ലഭിച്ചത് 56,781 വോട്ടുകളായിരുന്നു. 3ാം സ്ഥാനത്തെത്തിയ CPM-ലെ CH കുഞ്ഞമ്പുവിന് 42,565 വോട്ടും ലഭിച്ചിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൽ വൻ വർധനവുണ്ടായി. MC ഖമറുദ്ദീൻ 65,407 വോട്ടും BJP സ്ഥാനാർത്ഥി 57,484 വോട്ടും CPM-ലെ ശങ്കർ റേ 38,233 വോട്ടുമാണ് നേടിയത്.
ഭൂരിപക്ഷം 89-ൽ നിന്ന് 7923 ഉയർന്നു. അങ്ങനെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDF-ൽ നിന്ന് 3 സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ ആകെ 1 സീറ്റ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയായിരുന്നു ഈ ഉപതിരഞ്ഞെടുപ്പുകൾ ലഭിച്ചത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ സ്ഥിതി അതല്ലെന്നാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരു ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പും 5 നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളുമായിരുന്നു അന്ന് നടന്നത്. അതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് നിലനിർത്തി. നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് 1 സീറ്റ് നഷ്ടമായി. തൃക്കാക്കര MLA ആയിരുന്ന PT തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് 2022 മെയ് മാസത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് വൻ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചത്. തൃക്കാക്കര മണ്ഡല ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ച ഉമാ തോമസ് ഇത്തവണത്തെ നിയമസഭയിലെ കോൺഗ്രസിന്റെ ആദ്യ വനിതാ MLA കൂടിയാണ്. നിലവിൽ കോൺഗ്രസ് നിരയിൽ സഭയിലുള്ള 21 MLA-മാരും അതായത് അന്തരിച്ച PT തോമസ് ഉൾപ്പെടെ പുരുഷന്മാരായിരുന്നു. ഉപതിരഞ്ഞെടുപ്പ് വിജയത്തോടെ സഭയിൽ കോൺഗ്രസിന് വനിതാ സാന്നിധ്യവും ഇതോടെയുണ്ടായി. 25,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് വിജയിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായിരുന്ന 1970 മുതൽ പുതുപ്പള്ളിയുടെ സ്വന്തം MLA ആയിരുന്ന ഉമ്മൻചാണ്ടി 2023 ജൂലൈയിൽ അന്തരിച്ചതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനാണ് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായത്. 2023 സെപ്റ്റംബറിൽ ഫലം പുറത്തു വന്നപ്പോൾ 37,719 എന്ന വൻ ഭൂരിപക്ഷത്തിനായിരുന്നു ചാണ്ടി ഉമ്മന്റെ വിജയം. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനും MLA ആയിരുന്ന ഷാഫി പറമ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ചേലക്കരയിലും പാലക്കാട്ടും ഉപതിരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നു. 2024 നവംബറിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം 2021 ഷാഫി പറമ്പിൽ BJP-യുടെ E ശ്രീധരനെ തോൽപ്പിച്ച് MLA ആയത് 3,859 വോട്ടിനായിരുന്നു. 5 ഇരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. അതേസമയം പാലക്കാട് കോൺഗ്രസിന് വോട്ടിലും ഭൂരിപക്ഷത്തിലും നേട്ടമുണ്ടാക്കിയപ്പോൾ CPM-ന് മുൻ തിരഞ്ഞെടുപ്പിലെ വോട്ട് നിലനിർത്താനായി. ചേലക്കരയിൽ CPM-ന് സിറ്റിംഗ് സീറ്റ് ഉപതിരഞ്ഞെടുപ്പിലും നിലനിർത്തി. CPM-ന്റെ UR പ്രദീപ് 64,827 വോട്ട് നേടിയാണ് വിജയിച്ചത്. ഇതും കഴിഞ്ഞാണ് PV അൻവർ എന്ന CPM-ന്റെ സ്വതന്ത്ര MLA രാജിവെച്ചതിനെ തുടർന്ന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സംജാതമായത്. ആ സീറ്റ് കോൺഗ്രസ് 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുപിടിച്ചു. ഈ മണ്ഡലം നഷ്ടപ്പെട്ടതോടെ ഇടതുമുന്നണി നിയമസഭയിൽ 1 അംഗവും കുറഞ്ഞു. എന്തായാലും ഒന്നാം പിണറായി സർക്കാരിന് ഉപതിരഞ്ഞെടുപ്പ് നേട്ടങ്ങളുടെ പട്ടികയായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് അത് നഷ്ടങ്ങളുടെ പട്ടികയാണ്.